അവിദ്യായാം ബഹുധാ വർത്തമാനാഃ വയം കൃതാർത്ഥാ ഇത്യഭിമന്യന്തി ബാലാഃ യത്കർമ്മിണോ ന പ്രവേദയന്തി രാഗാത് തേനാതുരാ ക്ഷീണലോകാശ്ച്യവന്തേ. അവിദ്യായാം ബഹുധാ വർത്തമാനാഃ വയം കൃതാർത്ഥാ ഇത്യഭിമന്യന്തി ബാലാഃ യത്കർമ്മിണോ ന പ്രവേദയന്തി രാഗാത് തേനാതുരാ ക്ഷീണലോകാശ്ച്യവന്തേ. അവിദ്യായാം, വീണ്ടും നേരത്തെയും അവിദ്യായാം എന്നാണ് തുടങ്ങിയത്. അവിടെ അവിദ്യായാം അന്തരേ വർത്തമാനാഹ എന്നാണ്. ഇവിടെ അവിദ്യായാം ബഹുധാ വർത്തമാനാഹ. ബഹുധാ, ബഹുപ്രകാരേണ, പല പ്രകാരത്തിൽ. ധാ പ്രകാരവാചിയാണ്. പ്രകാരത്തെ പറയാനാണ് ധാ ധാ പറയുക. ബഹു ബഹു ബഹുധാ ബഹുധാ, പല പ്രകാരത്തിൽ. എവിടെ? അവിദ്യായാം. അവിദ്യയ്ക്ക് ഉള്ളിലാ. അതിനുള്ളിൽ പല പ്രകാരത്തിൽ വർത്തമാനാഹ, വർത്തിക്കുന്നവരാണ്. ഞാൻ ഇന്നത് ചെയ്തു, നാളെ അത് ചെയ്യും, എനിക്കിത് വേണം, അത് വേണം, അത് കിട്ടിയാൽ ഞാൻ പൂർണ്ണനാകും, ഇത് കിട്ടാഞ്ഞിട്ട് എനിക്ക് സ്വൈര സമാധാനമില്ല എന്നൊക്കെ. ഈ ബഹുധ എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവിദ്യയുടെ ഉള്ളിൽ കുടുങ്ങിയ ആൾ ഏതൊക്കെ രീതിയിലാണ് പുറത്ത് പ്രകടമാവുക, പ്രകടമാക്കുക എന്ന് പറയാൻ വയ്യ. പല ഭാവത്തിലാണ്. ഇത് പറയുമ്പോൾ ഇങ്ങനെ 100 അനുഭവങ്ങളും ഓർമ്മകളും വരും. അതൊക്കെ പങ്കുവെച്ചാൽ നേരം വൈകും. അവിടെ ഇരിക്കട്ടെ. ഒന്ന് പറയാം, ഒരു ഉദാഹരണത്തിന്, ഒന്ന് മാത്രം, അധികം പറയില്ല. ഒരു കാട്ടിലാണ്. കാട്ടിൽ എന്ന് പറഞ്ഞാൽ കൊടജാദ്രിയിലാണ്, കൊടുങ്കാട്ടിലാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ധാരാളം യാത്രികരൊക്കെ പോയി വഴിയായിട്ടുള്ള റോഡ് വെട്ടിയിട്ടുള്ള കൊടജാദ്രി അല്ല. റോഡ് വെട്ടുന്നതിന് മുമ്പുള്ള കൊടജാദ്രിയാണ്. നമ്മൾ സന്യാസത്തിനൊക്കെ മുമ്പാണ്. സന്യാസ ദീക്ഷയ്ക്കൊക്കെ മുമ്പ് അങ്ങനെ തപസ് ചെയ്ത് പരിവ്രാജകനായി കറങ്ങുന്ന കാലമാണ്. അപ്പം അവിടെ അതിന് മുകളിൽ അക്കാലത്തൊരു കൊച്ച് ആശ്രമം പോലെ ഉണ്ടായിരുന്നു. അപ്പം അതില്ല, അത് പൊളിച്ചതാണ്. അതിനോട് ചേർന്ന് ഒരു യജ്ഞകുണ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നുമില്ല. അപ്പോൾ അവിടെ ധാരാളം പേര് ഏതോ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്താ കർമ്മം എന്നൊന്നും അറിയില്ല. ആ കൂട്ടത്തിൽ എല്ലാവരും വളരെ ഭയപ്പെടുത്ത് മാറി നിൽക്കുന്നവരൊരു ആളുണ്ട്. വലിയ വേദജ്ഞനും താന്ത്രികനും മാന്ത്രികനും വൈദികനും ഒക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹമാണ് അവിടുത്തെ ഒരു കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സന്ദർഭവശാൽ കണ്ടു, തൊഴുതു, അത്രയേ ഉള്ളൂ. അയാൾക്ക് എന്തോ അന്ന് ആ കുട്ടിയെ ഇഷ്ടമായി. എന്താ ഇഷ്ടമാവാൻ കാരണമെന്ന് എനിക്കറിയില്ല. കുട്ടി പറഞ്ഞാൽ കൊച്ചു കുട്ടിയൊന്നും അല്ല, നല്ലൊരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിന് അടുത്തേക്ക് പോകാൻ തന്നെ ആൾക്കാർക്ക് പേടി, അങ്ങനെയൊക്കെയാണ്.
എന്ന് നമുക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അന്ന്. അപ്പം അദ്ദേഹം കുറച്ചൊരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം. താല്പര്യമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കാട്ടിൽ വേറെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പിറ്റേന്ന് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ നിനക്കൊരു മന്ത്രം പറഞ്ഞു തരാം. അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ മന്ത്രം ലോകത്തിൽ ആർക്കും അറിയാത്ത, എൻ്റെ ഗുരുനാഥനും ഞങ്ങളുടെ പരമ്പര രഹസ്യമാക്കി വെച്ച ഒരു മന്ത്രമാണ്. ഇപ്പോൾ ഇതറിയുന്നത് ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഗുരുനാഥൻ പോയി. അത് ഗുരുപരമ്പരയാ ഇത്രയും ഗുപ്തമായിട്ട് ഉപദേശിക്കപ്പെട്ട ഒരു മന്ത്രമാണ്. അത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. സന്തോഷം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. മന്ത്രമല്ല എന്നൊന്നും ഞാൻ പറയണില്ല, അത് ഗുപ്തമല്ല എന്നും പറയുന്നില്ല. അവരുടെ പരമ്പരയിൽ അത് ചിലപ്പോൾ ഗുപ്തമായി ഗുരു ശിഷ്യ പരമ്പരയിൽ ഉപദേശിക്കപ്പെട്ടിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ലോകത്തിൽ ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്നു കഴിയാം. സന്തോഷം. തൊഴുതു. പോട്ടെ, പോയി. അയാൾ ഞാൻ ഗീത പഠിച്ച ആളാണ്, ഞാൻ ഗീത ശങ്കരഭാഷ അടക്കം പഠിച്ച ആളാണ്, ഇത് ഭഗവത്ഗീതയിലുള്ളതാണ്, 4-ാം അധ്യായത്തിലുള്ള ശ്ലോകം എന്നൊക്കെ അയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. സന്തോഷം. ബഹുധാ വർത്തമാന, പല പ്രകാരത്തിൽ വർത്തിക്കുന്നവർ. എന്തൊക്കെയാണ്? പേരൊന്നും ചോദിക്കരുത്. കേരളത്തിലെ പ്രസിദ്ധനായൊരു സന്യാസി. ഞങ്ങൾ ഒന്നിച്ചൊരു യാത്രയിലാണ്. യാത്ര കഴിഞ്ഞ ഒരു സ്ഥലത്ത് പരിപാടിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും റൂം കിട്ടിയത് ഒരു സ്ഥലത്താണ്, ഒരു റൂമാണ്. ഇപ്പോൾ രാവിലെ മൂപ്പർ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സിന്ദൂരം കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒരയ്ക്കും. ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊര എത്ര നേരാന്നറിയാം. എന്നിട്ട് മുഖത്ത് തേക്കും. ഞാൻ ചോദിച്ചു, ഇതെന്താ സ്വാമി, വല്ല മരുന്നാണോ? അല്ല, നല്ല തേജസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇപ്പം നമ്മളെ കൂടെ ഇല്ലാട്ടോ, പോയി. ശരീരം പോയി, ശരീരം ശാന്തമായി. അതുകൊണ്ടാണ് പരദൂഷണം അല്ലാതൊന്നും, ഇത് പഠിക്കാൻ വേണ്ടി പറയണതാണ്. അപ്പം നല്ല തേജസ് ഉണ്ടാവും. 4 ആൾ കണ്ടാൽ നല്ല ചൈതന്യമുള്ള സ്വാമിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദക്ഷിണയുടെ അളവ് കൂടും. ഇങ്ങനെ എന്തെല്ലാം പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടിയുണ്ട്, കാണ്ടമാനം പരിപാടിയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇടത്തറ പ്രഭാഷണം നടക്കുന്നു. നമുക്കിപ്പോൾ കേരളത്തിൽ ടൂറിന് വന്നിട്ടുള്ള ഒരു 10 യൂറോപ്യൻസിനെ കിട്ടാൻ ഒരു പണിയുമില്ല. ഒരു 10 ദിവസം നീ ആശ്രമത്തിൽ താമസിക്കടേന്ന് പറഞ്ഞാൽ ഒക്കെ ഓടി വരും. കാരണം അവർക്ക് എന്താ സുഖം? ചിലവ് വേണ്ട. അല്ലെങ്കിൽ ദിവസം എത്ര ചിലവാ പാവങ്ങൾക്ക്? ആശ്രമത്തിൽ കഴിഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ വിദ്യ ആദ്യം ഞാൻ കാറിൽ അവരെ പറഞ്ഞയക്കാം. അപ്പോൾ ചിദാനന്ദപുരി സ്വാമി പോണതിന് മുമ്പ് ഒരു 10-15 വെള്ളക്കാരൊക്കെ വന്നു. അപ്പോൾ നാട്ടുകാർ, എടാ ഇത് വലിയൊരു സാധനം വരാൻ പോണത്. കാരണം വെള്ളക്കാരല്ലേ ശിഷ്യന്മാർ വന്നിട്ടുള്ളത്. ചിദാനന്ദപുരി സ്വാമി അപാര സാധനം കേട്ടോ. എനിക്ക് വല്ല ചിലവുണ്ടോ? ഇവിടുന്ന് അതുവരെ ഡ്രൈവ് ചെയ്യാൻ എത്ര വേണം? പെട്രോള് ഇത്രയും വേണ്ടോ? എൻ്റെ ദക്ഷിണ എത്ര കൂടുന്നറിയാം നിങ്ങൾക്ക്? എന്തെല്ലാം വിദ്യകളുണ്ട്, പല വിദ്യകളുണ്ട്, പല പ്രയോഗങ്ങളുണ്ട്. ഇനി അധികം പ്രയോഗങ്ങളൊന്നും പറഞ്ഞു തരില്ല, പറഞ്ഞു തന്നാൽ ശരിയാവില്ല. ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ബഹുധാ വർത്തമാനാഹ, പല പ്രകാരത്തിൽ അവിദ്യയ്ക്കുള്ളിൽ വർത്തിക്കുന്നവർ. പിന്നെ വയം കൃതാർത്ഥാഹ ഇതി അഭിമന്യന്തി ബാലാഹ, നമ്മൾ കൃതാർത്ഥന്മാരാണെന്ന് സ്വയം അഭിമാനിക്കുന്നു. അതൊരു ഗുണാട്ടോ. കൃതാർത്ഥന്മാരാണെന്ന് അഭിമാനിച്ചാൽ നല്ലതല്ലേ? അത് നല്ലത്. അവർക്ക് കൃതാർത്ഥ ബോധമുണ്ടല്ലോ, നല്ലതാണ്. കൃതാർത്ഥരല്ലെങ്കിലും ഇപ്പോൾ രോഗഗ്രസ്തനായി കിടക്കുന്ന ഒരാൾ വളരെ സുഖമുണ്ടെന്ന് വിചാരിച്ചാൽ നല്ലതല്ലേ? അതൊരു ഗുണം, അത് ഗുണമാണ്.
എന്നാലും ഇവിടെ വിപരീത അർത്ഥത്തിൽ ആ ശ്രുതി പറഞ്ഞത് ഞങ്ങൾ വലിയ കൃതാർത്ഥരാണെന്ന് അവർ അഭിമാനിക്കുന്നു. സത്യത്തിൽ കൃതാർത്ഥരല്ല. ബഹുധാ വർത്തമാന വിദ്യയ ബഹുധാ വർത്തമാന വയം കൃതാർത്ഥ ഇത്യഭിമന്യന്തി ബാലാഹ. നമ്മൾ വലിയ കൃതാർത്ഥന്മാരാണെന്ന് അഭിമാനിക്കുന്നു. ആരാ അവർ സത്യത്തിൽ? ബാലാഹ, ബാലന്മാരാണ്. ബാലന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാച്യാർത്ഥം കുട്ടികൾ എന്നാണ്. ശാസ്ത്രത്തിൽ ബാലന്മാർ എന്ന് പറഞ്ഞാൽ അവിവേകികൾ എന്നാണ് അർത്ഥം. വാച്യാർത്ഥം കുട്ടികൾ, താത്പര്യാർത്ഥം അവിവേകികൾ. അപ്പോൾ സ്വയം അവിവേകികളാണ്, പക്ഷേ വിചാരിക്കുന്നത് കൃതാർത്ഥന്മാരാണെന്നാണ്. യത് കർമ്മിണഃ ന പ്രവേദയന്തി രാഗാത്. രാഗം ഹേതുവായിട്ട് രാഗാത്. യത് കർമ്മിണഃ ന പ്രവേദയന്തി. കർമ്മികൾ യാതൊന്നിനെ അറിയുന്നില്ലയോ, അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതിനെ അറിയാതെയാണ് കൃതാർത്ഥനാണെന്ന് അഭിമാനിക്കുന്നത്, ധീരനാണെന്ന് അഭിമാനിക്കുന്നത്, പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നത്. അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല. എന്നെ പ്രവേദയന്തി. എന്തുകൊണ്ട്? രാഗാത്, രാഗം ഹേതുവായിട്ട്. രാഗം, രാഗം ദ്വേഷം മനസ്സിലായിക്കൊള്ളണം. രാഗദ്വേഷാദികളാൽ ബദ്ധരായിട്ട് വിഷയങ്ങളിലുള്ള പദാർത്ഥങ്ങളിലുള്ള രാഗം ഹേതുവായിട്ട് അറിയേണ്ടതിനെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് കൃതാർത്ഥരാണെന്ന് സ്വയം വിചാരിക്കുന്നത്. എന്താ ഫലം? തേന, അതിനെ കൊണ്ട്, അറിയില്ല എന്നുള്ളത് കൊണ്ട്, ആതുരാഹ, അവരാതുരന്മാരാകുന്നു, ദുഃഖിതരാകുന്നു, ആതുരന്മാരായിത്തീരുന്നു. ഇവിടെ ആതുരനായി കഴിഞ്ഞാൽ ഈ ബഹുധാ വർത്തമാനാഹ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആതുരനായ കരഞ്ഞാൽ മതി, എന്നൊരു സമാധാനം കിട്ടും. ഇതിപ്പോൾ അത് പറ്റുമോ? വലിയ കൃതാർത്ഥനാണെന്നല്ലേ പുറത്ത് കാണിക്കണത്. ഒന്നേറി പുകയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ല, എന്ത് ചെയ്യും? കരഞ്ഞു പറഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടാക്കി വെച്ച പൊള്ള മുഖംമൂടിയൊക്കെ പൊടുത്തിപ്പോവും ഇല്ലേ? അപ്പം അതും വയ്യ. എന്നാൽ പിന്നെ ഉള്ളിൽ നിന്ന് കാണിച്ചാലോ? കരച്ചിൽ വരണമുണ്ട്. അപ്പം എന്തു ചെയ്യും? ധ്യാനിക്കുകയാണ് ഞാൻ. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ധ്യാനം കഴിഞ്ഞ് തുറക്കുള്ളൂ. അപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂർ ആയാൽ മറ്റുള്ളവരുടെ ബഹുമാനം അത്രയും കൂടും. എന്താ സ്വാമി അപാര സാധനം കേട്ടോ, എത്ര മണിക്കൂറാണ് ധ്യാനിക്കണമെന്ന് അറിയാം. അതെ, അത് തമാശാന്ന് വിചാരിക്കല്ലോ, ഇതും തമാശ പറയല്ല. വളരെ മുമ്പുള്ള ഓർമ്മയാണ് വരണത്, അടുത്തൊന്നുമുള്ള ഓർമ്മയല്ല. ഇങ്ങനെ കറങ്ങുകയാണ്, കറങ്ങണ കാലം. വിശന്നിട്ട് വയ്യ, ഇപ്പോഴല്ല, അന്ന്. ഇപ്പോൾ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് മതി, ഇപ്പോൾ സമയം ആവണേ ഉള്ളൂ. ദാഹിച്ചിട്ടും വയ്യ, ക്ഷീണം അതിനേക്കാൾ. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരാശ്രമം റോഡ് സൈഡിൽ. ആശ്രമത്തിലൊരു ബ്രഹ്മചാരി നല്ല പപ്പായ പറക്കുകയാണ്, പഴുത്ത നല്ല പഴം. കൊതിക്കരുത്, ആഗ്രഹിക്കരുത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. അന്ന് ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി, ഒരു കഷ്ണം കിട്ടിയാൽ. ഞാൻ വിശന്നിട്ട് വയ്യേ, ഒരു കഷ്ണം പപ്പായ കിട്ടിയാൽ കഴിക്കായിരുന്നു. കിട്ടുക, കൊതിയോടുകൂടി നോക്കി. അതുകൊണ്ട് തന്നെ നടത്തം പതുക്കിയാക്കി. അയാളെ വിളിച്ചാലോ? ആ മാനസിക ഭാവം ശരിക്കും മനസ്സിലാക്കണം. നടത്തം പതുക്കിയാക്കി. ഇയാൾ അകത്തേക്ക് പോയി, പപ്പായയില്ല, ഒരു വസ്തുവില്ല. പെട്ടെന്ന് അയാൾ പുറത്തേക്ക് വന്നും വിളിച്ചു. ഹായ്, സ്വർഗം കിട്ടിയ പോലെ.
അകത്ത് ചെന്നു, ഗേറ്റ് തുറന്നു, അകത്ത് ചെന്നു. അദ്ദേഹം അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ഗുരുനാഥനായ സ്വാമിജി ഉണ്ട്. അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. ഇരിക്കൂ പറഞ്ഞു. ഇരുന്നു. അങ്ങനെ ഈ പഴുത്ത പപ്പായ മുഴുവൻ മുറിച്ച് തൊലിയെല്ലാം ചെത്തി നല്ല അസലായിട്ട് മുറിച്ച് ഒരു കപ്പിൽ നല്ല ചായ, ചൂട് ചായ, ഒരു പ്ലേറ്റിൽ നിറയെ ബിസ്ക്കറ്റ് ഒക്കെ അപ്പോൾ കഴിക്കാൻ വേണ്ടി തന്നു. അദ്ദേഹവും കഴിക്കുന്നുണ്ട്, എനിക്കും തരുന്നുണ്ട്. നല്ല സ്നേഹമായിട്ടാണ്. അപ്പോഴാണ് ഒരാൾ വന്നത്, ഈ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, സേട്ട് വന്നിട്ടുണ്ട്. ഉടനെ പറഞ്ഞു, ധ്യാനിക്കുക എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ സേട്ടു പുറത്തിരിക്കണം. എന്താ, സേട്ടു പൈസക്കാരനാണല്ലോ, ഉറപ്പല്ലേ? സേട്ടു എന്ന് പറഞ്ഞാൽ പൈസക്കാരനാണ്. അപ്പോഴാണ് ഗുരുനാഥൻ എന്ത് പറയണത്? ധ്യാനിക്കുക എന്ന് പറഞ്ഞു. ധ്യാനിക്കുക അല്ലാന്ന് നിങ്ങൾ പറയരുത്, കാരണം ഈ കഴിക്കലും ഒരു ധ്യാനം തന്നെയാണ്. എന്താ, കഴിക്കൽ ധ്യാനമല്ലേ? കഴിക്കൽ ധ്യാനം അല്ല എന്ന് പറയരുത്. കഴിക്കലിൽ ധ്യാനമുണ്ടെങ്കിൽ കഴിക്കലും ധ്യാനം തന്നെയാണ്, അല്ലാന്ന് പറയാൻ പാടില്ല. പക്ഷേ ആ അർത്ഥത്തിലല്ല ഈ പറഞ്ഞ ധ്യാനിക്കുക എന്ന് പറഞ്ഞേക്കും. എന്നിട്ട് ഞങ്ങളിത് മുഴുവൻ കഴിച്ച് മുഴുവൻ തീർത്തു. എന്തായാലും എനിക്ക് അന്നൊരു 10-51 ഉറുപ്പ്യം കിട്ടി. അത് വലിയ ഭാഗ്യം. അത് ഞങ്ങൾ അവിടുന്ന് നടക്കുകയും ചെയ്തു. ഇന്നത്തെ 51 ഉറുപ്പ്യ അല്ല കേട്ടോ, അക്കാലത്തെ 51 ഉറുപ്പ്യ വലിയ പൈസയാണ്. ഇത്രയും നേരം സേട്ടു പുറത്തിരിക്കുക. അപ്പോൾ സേട്ടു എത്ര നേരം പുറത്തിരിക്കണോ അത്രയും സ്വാമിയുടെ ധ്യാനത്തിൻ്റെ നീളം കൂടും. എത്ര ധ്യാനത്തിൻ്റെ നീളം കൂടണോ അത്രയും മഹാനാണ്, മഹാത്മാവാകും. എത്ര മഹാത്മാവാകുന്നു അത്രയും ദക്ഷിണ കൂടുതൽ കിട്ടും. ഇതൊന്നും കഥ പറയല്ല. എന്ന് സമാധാനിക്കുക, ഏതായാലും ഇതൊക്കെ വല്ലാത്ത നേരം പോക്കുകളാണ്. ബഹുധാവർത്തമാന. ഇതിൽ മോശമൊന്നും പറഞ്ഞിട്ടില്ല, ഗുണവും പറഞ്ഞിട്ടില്ല. പക്ഷേ ബഹുധാവർത്തമാന, ഇതാണ് ലോകം. അപാതുരന്മാരായി ക്ഷീണലോകന്മാരായി പരമമായ നിശ്രേയസമാകുന്ന പരമപുരുഷാർത്ഥം പ്രാപിക്കാൻ കഴിയാതെ ച്യവന്തേ, അവർക്ക് ച്യുതി സംഭവിക്കുന്നു, വീണുപോകുന്നു. സാധനാ മാർഗത്തിൽ നിന്ന്, തത്വവിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നിപതിച്ചു പോകുന്നു. ഇതാണ് അവസ്ഥ. ശരി, സന്തോഷം.